പ്രിയമുള്ളവരെ, നമ്മൾ നിസ്കാരത്തെ ഖളാ ആക്കാറുള്ളത് എത്രയോ നിസ്സാരമായി കൊണ്ടല്ലേ നമ്മൾ നിസ്കാരത്തെ ഖളാ ആക്കാറുള്ളത്. നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്ന ആളുകൾക്ക് ഒരു മുന്നറിയിപ്പായിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്റെ പ്രിയമുള്ളവരെ, വമൻ തഹാബന അനിസ്വലാ വമൻ തഹാബന അനിസ്വലാ, നിസ്കാരം ആരാണോ ഉപേക്ഷിക്കുന്നത്, നിസ്കാരം ആരാണോ സമയം വിട്ട് പിന്തിക്കുന്നത്, അവർക്കുള്ള ശിക്ഷകളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, അഅഖബഹുല്ലാഹു ബിഖംസഅശറ ഉഖൂബ. നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്ന ആളുകൾക്ക് 15 ശിക്ഷകൾ ഉണ്ടെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. നിസ്കാരം നമ്മൾ നിസ്സാരമായി കാണുന്നവരല്ലേ? പലപ്പോഴും നമുക്ക് പറ്റിപ്പോകാറുള്ള ഒരു അബദ്ധമാണ്, ചിലപ്പോൾ യാത്രയിലാണ് അല്ലെങ്കിൽ പണിത്തിരക്കിലാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നിസ്കാരത്തെ നമ്മൾ ഖളാ ആക്കാറുണ്ട്. ളുഹർ നിസ്കാരത്തെ ഖളാ ആക്കി അസറിന്റെ സമയത്ത് നിസ്കരിക്കാം, ചിലപ്പോൾ മഗ്‌രിബിനെ ഖളാ ആക്കി ഇശാഇന്റെ സമയത്ത് നിസ്കരിക്കാം, ചിലപ്പോൾ മഗ്‌രിബൊക്കെ പള്ളിയിലേക്ക് വന്നിട്ട് ജമാഅത്തായി നിസ്കരിച്ചിട്ടുണ്ടാവും, ഇശാ നിസ്കരിക്കൂല, സുബ്ഹിന്റെ സമയത്തേക്ക് മാറ്റി വെക്കുക. സുബ്ഹിൻ ചിലപ്പോൾ കിടന്നുറങ്ങിയിട്ട് നമ്മൾ ഖളാ ആക്കും, പിന്നെ ളുഹർക്കൊന്നിച്ച് നിസ്കരിക്കാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, വളരെ ഗൗരവമാണ്, നമ്മൾ നിസ്സാരമായി കണ്ടുപോകുന്ന ഒരു കുറ്റമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്കാരമാരാണോ സമയം വിട്ട് പിന്തിക്കുന്നത്, അവർക്ക് 15 ശിക്ഷകൾ ഉണ്ടെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ, ഖംസതു ഫിദ്ദുനിയാ, ഈ 15 ശിക്ഷകളിൽ 5 എണ്ണം ഈ ദുനിയാവിൽ വെച്ചിട്ട് തന്നെ അവനിക്ക് ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. വസലാസതുൻ ഇൻദൽ മൗതി, 3 ശിക്ഷകൾ അവന്റെ ഖബറിൽ വെച്ചിട്ട് അവനിക്ക് ലഭിക്കും. വസലാസതു ഫീ ഖബരിഹി, 3 ശിക്ഷകൾ അവന്റെ ഖബറിൽ വെച്ചിട്ടും അവനിക്ക് ലഭിക്കുന്നതാ. വസലാസതുൻ ഇൻദ ഖുറൂജിഹി മിനൽ ഖബർ, ഖബറിൽ നിന്നും അവനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, ഖബറിൽ നിന്നും അവൻ പുറപ്പെടുന്ന സമയത്ത് 3 ശിക്ഷകൾ. ഇങ്ങനെ മൊത്തത്തിലായിട്ട് 15 ശിക്ഷകൾ നിസ്കാരം സമയം വിട്ട് പിന്തിച്ച് ഖളാ ആക്കി നിസ്കരിക്കുന്ന ആളുകൾക്കുണ്ടെന്ന് ഇന്നേവരെ കളവ് പറയാത്ത, ഇന്നേവരെ കള്ളം പറയാത്ത സാദിഖുൽ മസ്ദൂഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള മുഅ്മിനെ, നമ്മൾ പേടിക്കണം. എത്ര നിസ്സാരമായി കൊണ്ടല്ലേ നമ്മൾ ഖളാ ആക്കാറുള്ളത്. 15 ശിക്ഷകളുണ്ട് നിസ്കാരം സമയം വിട്ട് പിന്തിച്ച് ഖളാ ആക്കി നിസ്കരിക്കുന്ന ആളുകൾക്ക്. മൊത്തത്തിൽ 15 ശിക്ഷകളുണ്ട്. 5 എണ്ണം ഈ ദുനിയാവിൽ വെച്ചിട്ട് തന്നെ അനുഭവിക്കും, 3 എണ്ണം മരിക്കുന്ന സമയത്ത്, 3 എണ്ണം ഖബറിൽ നിന്നും പുറപ്പെടുന്ന സമയത്ത്, 3 എണ്ണം ഖബറിൽ വെച്ചിട്ട്. ഇങ്ങനെ 15 ശിക്ഷകളുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇനി നമ്മളൊന്ന് ചിന്തിക്കും. പലപ്പോഴും എൻ്റെ പ്രിയമുള്ള ഉമ്മമാർക്ക് പറ്റിപ്പോകുന്ന ഒരു അബദ്ധമാണിത്. ഉമ്മമാര് ചിലപ്പോൾ ചിന്തിക്കും, വീട്ടിൽ ഭയങ്കര പണിത്തിരക്കിൽ അലക്കിയിട്ടൊക്കെ അകപ്പുള്ള നനഞ്ഞിട്ടുണ്ട്, ഇനെന്താ അസറിന്റെ സമയത്ത് ഒന്നിച്ചങ്ങോട്ട് കയറാ ഹുദു കൊടുത്തിട്ട് എൻ്റെ അസറും ളുഹറും കൂടി ഒന്നിച്ച് നിസ്കരിക്കാന്ന് പലപ്പോഴും ഉമ്മമാര് പറയാറുണ്ട്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിസ്സാരമല്ല, ചെറിയ അദാബൊന്നല്ല, 15 ശിക്ഷകളുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ റജബ് മാസമല്ലേ? ഈ റജബിലല്ലേ മിഅ്റാജ് ആകുന്ന നിസ്കാരത്തെ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയത്. ഈ പരിശുദ്ധമായ റജബിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ഏത് മാസത്തിലാ പ്രിയമുള്ളവരെ നമ്മൾ ചർച്ച ചെയ്യുക? അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. വളരെ ഗൗരവമാണ്. സമയത്തിന്റെ പരിമിതി മൂലം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു പോവുകയാണ്. അല്ലാഹു തആല മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി ഗ്രഹിക്കുമാറാകട്ടെ. നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്ന ആളുകൾക്ക് 15 ശിക്ഷകളുണ്ട്. 5 എണ്ണം ഈ ദുനിയാവിൽ വെച്ചിട്ട് തന്നെ അവൻ അനുഭവിക്കും. 5 എണ്ണം ഈ ദുനിയാവിൽ വെച്ചിട്ട് തന്നെ അനുഭവിക്കും. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഈ പ്രപഞ്ച ലോകത്തിൽ വെച്ചിട്ട്, ഈ ദുനിയാവിൽ വെച്ചിട്ട് അവൻ അനുഭവിക്കുന്ന 5 ശിക്ഷകൾ ഉണ്ടല്ലോ. അതിൽ ഒന്നാമത്തെ ശിക്ഷ ഏതെന്നറിയുമോ? യുൻസഉൽ ബറകതു മിൻ ഉംരിഹി, അവന്റെ ആയുസ്സിൽ ബറകത്തുണ്ടാവുകയില്ല. നിസ്കാരം സമയം വിട്ട് പിന്തിച്ച് ഖളാ ആക്കിക്കൊണ്ട് ലാഘവത്തോടുകൂടെ നിസ്സാരമായി കാണുന്ന ആളുകളാണോ, നിസ്കാരം സമയം വിട്ട് പിന്തിച്ച് ഖളാ ആക്കി നിസ്കരിക്കുന്ന ആളുകളാണോ, അവന്റെ ആയുസ്സിൽ ബറകത്തുണ്ടാവുകയില്ല എന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. ഒന്നാമത്തെ അടയാളം, അവന് ആയുസ്സിൽ ബറകത്തുണ്ടാവൂല. എന്താ പ്രിയമുള്ളവരെ ആയുസ്സിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ? നമ്മൾ പലപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് ആയുസ്സിലെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ?
ബഹുമാനപ്പെട്ട ഇമാമുനാ ഗസാലി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഇമാമുനാ ഗസാലി റളിയല്ലാഹു തആല അൻഹു വളരെയേറെ അറിയപ്പെട്ട ഒരു പണ്ഡിതനല്ലേ പ്രിയമുള്ളവരെ. എത്രയേറെ ഗ്രന്ഥങ്ങളാണ് ബഹുമാനപ്പെട്ടവരെ രചിച്ചിട്ടുള്ളത്. വെറും 54, 55 വയസ്സ് വരെ മാത്രം ജീവിച്ച ബഹുമാനപ്പെട്ട ഇമാമുനാ ഗസാലി റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ട ഇമാമുനാ നവവി റളിയല്ലാഹു തആല അൻഹു എത്രയെത്ര ഗ്രന്ഥങ്ങളാണ് പ്രിയമുള്ളവരെ പണ്ഡിത ലോകത്തിന് സമ്മാനമായി കൊണ്ട് ദാനമായി കൊണ്ട് നൽകിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു വെറും 45 വയസ്സ് മാത്രം ജീവിച്ച ബഹുമാനപ്പെട്ടവര്, ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു നമ്മുടെ മദ്ഹബിന്റെ ഇമാമല്ലയോ ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തന്റെ 7ാമത്തെ വയസ്സിൽ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ മുഴുവനും അതിന്റെ ആശയം മുഴുവനും അതിന്റെ തഫ്സീറുകളടക്കം ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു കാണാതെ പഠിക്കുകയാ. തന്റെ 10ാമത്തെ വയസ്സിൽ ബഹുമാനപ്പെട്ട ഇമാമുനാ മാലിക് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഅത്ത എന്ന് പറയുന്ന പ്രവിശാലമായ ഗ്രന്ഥം അതാ മുഴുവനും ഒരുപാട് മൂല്യങ്ങളുള്ള ഒരുപാട് വിശദീകരണങ്ങളുള്ള ആ ഗ്രന്ഥം മുഴുവനും കാണാതെ പഠിച്ച ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തന്റെ 15ാമത്തെ വയസ്സിൽ ലോകം മുഴുവനും അംഗീകരിക്കപ്പെടുന്ന, ലോകം മുഴുവനും വാഴ്ത്തുന്ന, ലോകം മുഴുവനും പുകഴ്ത്തുന്ന വലിയ ലോകത്തിന്റെ ഖാദിയായി മാറിയ ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു തആല അൻഹു ജീവിച്ചത് വെറും 52 53 വയസ്സ് വരെ മാത്രം. ഈ ചെറിയ പ്രായത്തിന്റെ ഇടയ്ക്ക് ലോകത്തിന് ദാനമായി നൽകിയത്, സമ്മാനമായി നൽകിയത് എന്തെല്ലാമാണ് പ്രിയമുള്ളവരെ. നമ്മൾ ശാഫിഈ മദ്ഹബുകാരല്ലേ, നമ്മൾ ശാഫിഈ ഇമാമിനെ അംഗീകരിക്കുന്നവരല്ലേ. ഇതാണ് പ്രിയമുള്ളവരെ ആയുസ്സിലെ ബറക്കത്ത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതാണ് ആയുസ്സിലെ ബറക്കത്ത്. കുറഞ്ഞ കാലം ജീവിക്കുള്ളൂ, പക്ഷേ എന്തെല്ലാം ഇവിടെ നടത്തിപ്പോയി പ്രിയമുള്ളവരെ. നമ്മളും ജീവിക്കും ചിലപ്പോൾ 50 വയസ്സ്. നമ്മളെ കൊണ്ട് ആർക്കെന്ത് പ്രയോജനം, ആർക്കെന്ത് നേട്ടം. കുറെ കഴിഞ്ഞാൽ പറയും ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു പോലും പിന്നെ മരിച്ചു പോയി പോലും. ചിലപ്പോൾ അങ്ങനെ പറയാനും ആരും ഉണ്ടാവില്ല. ചിലപ്പോൾ മക്കൾ പോലും നമ്മളെ പറയൂല. മരിച്ചാൽ ചിലപ്പോൾ 3-ന്റെ കബറിലേക്കൊന്ന് വരും. 3-ന്റെ ചിലപ്പോൾ ഒരു വല്ല ഉഷാറാക്കി കഴിക്കും ചില സ്ഥലങ്ങളിലൊക്കെ. പിന്നെ ഒരു 15 ചിലപ്പോൾ കഴിക്കും. പിന്നെ ഒരു 40 ഉണ്ടാകും. അത് കഴിഞ്ഞാൽ ആണ്ട് കഴിച്ചോ പിന്നെ ഒരു 2ാമത്തെ വർഷം ഉണ്ടാവുകയും ചില സ്ഥലങ്ങളിലൊക്കെ. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആയുസ്സിൽ ബറക്കത്ത് ഉണ്ടാകൂല. നിസ്കാരം സമയം വിട്ട് പിന്തിച്ചിട്ടാണോ നമ്മൾ നിസ്കരിക്കുന്നത്, ആയുസ്സിൽ ബറക്കത്ത് ഉണ്ടാവുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. രണ്ടാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, യുമഹസിമാഉ സ്വാലിഹീന മിൻ വജ്ഹിഹി, അവന്റെ മുഖത്തിൽ നിന്നും സ്വാലിഹീങ്ങളുടെ അടയാളത്തെ അല്ലാഹു തആല മായ്ച്ചു കളയുകയാ. നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കുമ്പോ ഒരു സ്വാലിഹിന്റെ ഒരു അടയാളം പോലും കാണുകയില്ല എന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിക്കാത്ത ഒരാളെ മുഖത്ത് നോക്കുമ്പോൾ മനസ്സിലാകും ഒരു സ്വാലിഹിന്റെ ഒരു ചെറിയൊരു അടയാളം പോലും അയാളുടെ മുഖത്ത് കാണൂല. പെട്ടെന്ന് പറഞ്ഞു പോവാണ്. മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അവൻ ഈ പ്രപഞ്ച ലോകത്തിൽ വെച്ചിട്ട് എന്ത് തന്നെ അമലുകൾ ചെയ്താലും, എന്ത് തന്നെ ഇബാദത്തുകൾ ചെയ്താലും അതൊന്നും അല്ലാഹു തആല സ്വീകരിക്കൂല. അതിനൊന്നും അല്ലാഹു തആല അവനക്ക് പ്രതിഫലം നൽകുകയില്ല എന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിക്കുന്ന ഒരാള്, നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്ന ഒരാള് എന്ത് ഇബാദത്ത് ചെയ്താലും ലാ യൂജിറുഹുല്ലാഹു അലൈഹി, അല്ലാഹു തആല അവനക്ക് ഒരു പ്രതിഫലവും നൽകൂല. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ലാ യർഫഉ ലഹു ദുആഉൻ ഇലസ്സമാ, സമയം വിട്ട് പിന്തിക്കുന്ന ആളുകള് എന്ത് തന്നെ ദുആ ചെയ്താലും അല്ലാഹു തആല അതിനെ സ്വീകരിക്കുകയില്ല, ആകാശത്തേക്ക് തന്നെ ഉയർത്തുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയാറില്ലേ, ഞാൻ എന്ത് ദുആ ചെയ്തിട്ടും ഉസ്താദേ ഒന്നും റെഡിയാവുന്നില്ല, അങ്ങോട്ട് റാഹത്തായി കിട്ടുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരാ, എന്റെ പ്രിയമുള്ള ഉമ്മ, എന്റെ പ്രിയമുള്ള സഹോദരി, എന്റെ പ്രിയമുള്ള ഉപ്പ, നിസ്കരിക്കാത്ത ആളാണോ നമ്മൾ? ദുആ ചെയ്തിട്ട് ഫലമുണ്ടാകൂല, അല്ലാഹു തആല ഖബൂൽ ചെയ്യൂല, സ്വീകരിക്കൂല. നിസ്കരിക്കണം, നിസ്കാരം ഖളാക്കാൻ പാടില്ല, നിസ്കരിക്കണം. അഞ്ചാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ലൈസ ലഹു ഹദ്ദുൻ ഫീ ദുആഇ സ്വാലിഹീൻ,
നിസ്കാരം സമയം വിട്ട് ഖളാആക്കി നിസ്കരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് സ്വാലിഹീങ്ങളുടെ ദുആയിൽ ഒരു അംശം പോലും ലഭിക്കുകയില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ പള്ളികളിലും വെള്ളിയാഴ്ച ദിവസം പള്ളിയുടെ മിഹ്റാബിൽ മിമ്പറിൽ ഇമാമ് കയറിയിട്ട് ദുആ ചെയ്യലുണ്ട്, ഖതീബ് കയറിയിട്ട് ദുആ ചെയ്യലുണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് എന്നിങ്ങനെ ദുആ ചെയ്യുമ്പോൾ അല്ലാഹുവേ എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്, എല്ലാ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ് എന്ന് ഓരോ പള്ളിയുടെ മിഹ്റാബിൽ മിമ്പറിൽ കയറിയിട്ട് ഇമാമു ദുആ ചെയ്യുമ്പോൾ പരിശുദ്ധമാക്കപ്പെട്ട കഅബ ശരീഫിന്റെ സവിധത്തിൽ വെച്ചിട്ട് ഓരോ മഹാന്മാരും ദുആ ചെയ്യുമ്പോൾ, ഓരോ സ്വാലിഹീങ്ങളും ദുആ ചെയ്യുമ്പോൾ ആ ദുആയിൽ ഇവർക്ക് ഒരു അംശം പോലും ലഭിക്കുകയില്ല. നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്ന ആളുകൾക്ക്, നിസ്കാരം ഖളാആക്കുന്ന ആളുകൾക്ക് അതിലൊരു അംശം പോലും ലഭിക്കുകയില്ല എന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ശ്രദ്ധിക്കണം. അതിനകത്ത് നമുക്കൊരു പങ്കും കിട്ടൂല. അള്ളാഹിന്റെ ഔലിയാക്കൾ ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങൾ ദുആ ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു അംശം പോലും ലഭിക്കുകയില്ല. നിസ്കാരം സമയം വിട്ട് പിന്തിക്കുന്ന ആളാണെങ്കിൽ മനസ്സിലാക്കണം, കഴിയണം. തൗഫീഖ് നൽകുമാറാകട്ടെ. പെട്ടെന്ന് ഓടിച്ചു പോവുകയാ. ഈ 5 ശിക്ഷകൾ ഈ ദുനിയാവിൽ വെച്ചിട്ട് അവൻ അനുഭവിക്കും. മാത്രവുമല്ല, മരിക്കുന്ന സമയത്ത് വീണ്ടും 3 ശിക്ഷകൾ. തമ്പുരാനെ, എൻ്റെ പ്രിയമുള്ള ഉമ്മ ശ്രദ്ധിച്ചു കേൾക്കണം, എൻ്റെ പ്രിയമുള്ളവരെ ശ്രദ്ധിച്ചു കേൾക്കണം. മരിക്കുന്ന സമയത്ത് 3 ശിക്ഷകൾ വീണ്ടും വരികയാ. അന്നഹു യമൂതു ദലീലാ, നിസ്കാരം ഖളാആക്കുന്ന ആളുകൾ മരിക്കുമ്പോൾ അവൻ പതിരനായിക്കൊണ്ട് വളരെ വിഷമത്തോടുകൂടെയാണ് അവൻ മരിച്ചു പോവുക. ഒന്നും ചെയ്യാൻ കഴിയാതെ, ഒന്നിനും കഴിയാത്തൊരവസ്ഥയിലാണ് അവൻ മരിച്ചു പോവുകയാ. രണ്ടാമതായ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, യമൂതു ജാഇആ, വിഷം നൊട്ടിയവനായിട്ടാണ് അവൻ മരിച്ചു പോവുക. മരിക്കുന്ന സമയത്ത് വല്ലാത്ത വിശപ്പ് അനുഭവപ്പെട്ടിട്ട് എന്ത് തന്നെ ഭക്ഷണത്തിന്റെ തളികകൾ അവന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി വെച്ചാലും അതൊന്നും ഭക്ഷിക്കാൻ കഴിയാതെ വിഷം നൊട്ടിയവനായിട്ടായിരിക്കും അവൻ മരിച്ചു പോവുകയാ. മൂന്നാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, യമൂതു അത്ശാനാ, ദാഹിച്ച് വലഞ്ഞവനായിട്ടായിരിക്കും അവൻ മരിക്കുക. ദാഹിച്ച് വലഞ്ഞവനായിട്ടായിരിക്കും അവൻ മരിക്കുകയാ. വലൗ സുഖിയ ബിഹാരി ദുനിയാ മാ റദിയ മിൻ അത്ശിഹി, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വെള്ളങ്ങളും അവനക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് അവന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയി കൊടുത്താലും അതെത്രത്തോനെ അവന് കുടിച്ചാലും അവന്റെ ദാഹം മാറുകയില്ല എന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെയാണ് മരിച്ചു പോവുകയാണ്. 3 ശിക്ഷകൾ മരിക്കുന്ന സമയത്ത് യമൂതു ഐനഹു യമൂതു ദലീല, വളരെ പതിരനായിക്കൊണ്ട് നിസ്സാരമായിക്കൊണ്ട് അവൻ മരിച്ചു പോകും. യമൂതു ജാഇആ, വിഷം നൊട്ടിയവനായിട്ടായിരിക്കും അവൻ മരിക്കുക. യമൂതു അത്ശാനാ, വല്ലാത്ത ദാഹിച്ചു വലിഞ്ഞവനായിട്ടായിരിക്കും അവൻ മരിക്കുക. അല്ലാഹു തആല കാക്കുമാറാകട്ടെ. വിഷം നൊട്ടിയവനായി ഒന്നും ചെയ്യാൻ കഴിയാതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലും ഉരുവിടാൻ കഴിയാൻ പോലും ശേഷിയില്ലാതെ ദാഹിച്ചു വലിഞ്ഞവനായിട്ട് മരിച്ചു പോകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ പറയും മിനിങ്ങളെ ആമീനോ, അങ്ങനെ പറയും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മാത്രവുമല്ല, അവനെ ഖബറിലേക്ക് വെക്കുന്ന സമയത്ത് 3 ശിക്ഷകൾ കൂടിയുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, യുളയ്യഖ അലൈഹിൽ ഖബറു ഹത്താ തഖ്തലിഫ അളലാഉഹു, അവൻ മരിച്ച സമയത്ത് അവനെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ, നിസ്കാരം സമയം വിട്ട് ബന്ധിച്ച് ഖളാആക്കി നിസ്കരിക്കുന്ന ആളുകളെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ, യുളയ്യഖ അലൈഹിൽ ഖബറു, അവനെ ഖബർ വല്ലാതെ ഒന്നിങ്ങനെ കൂട്ടിപ്പിടിക്കുന്നുണ്ട്. ഹത്താ തഖ്തലിഫ അളലാഉഹു, അവന്റെ വാരിയെല്ലുകൾ മുഴുവനും ഇങ്ങനെ കൂർത്തു പോകുന്ന രീതിയിൽ, അവന്റെ വാരിയെല്ലുകൾ മുഴുവനും പൊട്ടിപ്പോകുന്ന രീതിയിൽ അവനെ ഖബർ കൂട്ടിപ്പിടിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം സമയം വിട്ട് പിന്തിച്ച് ഖളാആക്കി നിസ്കരിക്കുന്ന ആളുകളെ ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ യുളയ്യഖു അലൈഹിൽ ഖബറു ഹത്താ തഖ്തലിഫ അളലാഉഹു, അവന്റെ വാരിയെല്ലുകൾ മുഴുവനും പൊട്ടുന്ന രൂപത്തിൽ ഇങ്ങനെ കൂട്ടിപ്പിടിക്കും. മാത്രവുമല്ല, രണ്ടാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, യുഖദ അലൈഹിൽ ഖബറു നാറാ, അവൻ
അവന്റെ ഖബറിലേക്ക് ഒരു തീനാളത്തെ അല്ലാഹു തആല ഇടുകയാ. അവന്റെ ഖബർ അങ്ങനെ ആളിക്കത്തുകയാ. യതഖല്ലബു അലാ ജംറിൽ ലൈലൻ വനഹാറാ, രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അവന്റെ ഖബർ ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടേയിരിക്കും. ഒരു കെടുവയില്ലാതെ കെട്ടുപോകാതെ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഖബർ ഇങ്ങനെ ആളിക്കത്തിക്കൊണ്ടേയിരിക്കും. മൂന്നാമത്തെ ശിക്ഷയായി അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, യുസല്ലതു അലൈഹി ഫീ ഖബരിഹി തുഅബാൻ, അവന്റെ ഖബറിലേക്ക് ഒരു പാമ്പിനെ അല്ലാഹു തആല ഇടുകയാ. അവന്റെ ഖബറിലേക്ക് ഒരു പാമ്പ് വരും. തന്റെ നുബുവത്തിന്റെ വെളിച്ചം കൊണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഇസ്മുഹു ശുജാഉൽ അഖറ, ആ പാമ്പിന്റെ പേര് ശുജാഉൽ അഖറ ആയിരിക്കുമെന്ന് ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവനെ ഖബറിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ ഖബർ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുമ്പോൾ അവന്റെ എല്ലുകൾ മുഴുവനും പൊടിഞ്ഞു പോകും. അവന്റെ ഖബറിൽ തീ ഇങ്ങനെ കളിക്കത്തും. ഖബറിലേക്ക് ഒരു പാമ്പ് വരും. ആ പാമ്പിന്റെ പേര് ശുജാഉൽ അഖറ എന്നായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രവുമാണോ, ആ പാമ്പ് ഇങ്ങനെ വരും. ഐനാഹു മിന്നാർ, ആ പാമ്പിന്റെ കണ്ണ് തീയിൽ നിന്നുള്ളതാ. വഅൽഫാറുഹു മിൻ ഹദീദ്, ആ പാമ്പിന്റെ നഖങ്ങൾ ഇരുമ്പിനാലുള്ളതാ. കുല്ലു ദുഫിരിൻ മസീറുഹു യൗമൻ യുകല്ലിമുൽ മയ്യിതു വസൂതുഹു മിസ്ലു റഅദിൽ ഖാസിഫ്, ആ പാമ്പ് ആ മയ്യത്തിന്റെ സവിധത്തിലേക്ക് വന്നിട്ട് മയ്യത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് സംസാരിക്കുമ്പോ ഇവന്റെ ചെവിയെല്ലാം പൊട്ടിപ്പോകുന്ന രീതിയിൽ വല്ലാത്തൊരു ഇടിമിന്നലിന്റെ ശബ്ദത്തിലായിരിക്കും ആ പാമ്പ് സംസാരിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ളുഹർ നിസ്കരിക്കാത്ത ഒരാളാണെങ്കിൽ, അസ്ർ വരെ ഖളാ ആക്കിയ ആളാണെങ്കിൽ ളുഹറിന്റെ സമയത്ത് കൊത്താൻ തുടങ്ങും. അസ്ർ വരെയും. അസ്ർ നിസ്കരിക്കാത്ത ആണെങ്കിൽ അസ്ർ മുതൽ മഗ്രിബ്, മഗ്രിബ് ഇല്ലെങ്കിൽ മഗ്രിബ് മുതൽ ഇശാ, ഇശാ ഇല്ലെങ്കിൽ ഇശാ മുതൽ സുബ്ഹി വരെ, സുബ്ഹി ഇല്ലെങ്കിൽ സുബ്ഹി മുതൽ ളുഹർ വരെ ഇങ്ങനെ കൊത്തിക്കൊണ്ടേയിരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയമുള്ളവരെ, ഗൗരവമല്ലേ അല്ലാഹു തആല നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രയോ നിസ്കാരം നമ്മൾ നിസ്സാരമായി കളാക്കിയ ആളുകളല്ലേ. പേടിക്കണ്ടേ നമ്മൾ, ഭീതിപ്പെടണ്ടേ നമ്മൾ? പ്രിയമുള്ളവരെ, അല്ലാഹു പഠിച്ചവനെ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. മാത്രവുമല്ല അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ഖബറിൽ നിന്നും അവനെ എഴുന്നേൽപ്പിക്കുന്ന സമയത്ത്, ഉയർന്ന് എഴുന്നേൽപ്പിക്കുന്ന സമയത്ത് ദാ വീണ്ടും 3 ശിക്ഷകളുണ്ട്. ഒന്നാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ശിദ്ദത്തുൽ ഹിസാബ്, കഠിനമായ ശിക്ഷയായിരിക്കും അവനക്ക് ഉണ്ടാവുക. ഹിസാബ് വളരെ കടുപ്പായിരിക്കും. ഹിസാബ് നീ എളുപ്പമാക്കണേ അല്ലാഹ്. രണ്ടാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, സഖത റബ്ബ്, അല്ലാഹു സുബ്ഹാനഹു തആലാക്ക് വല്ലാത്ത ദേശമായിരിക്കും. ഈ പ്രപഞ്ച ലോകത്ത് നിന്ന് നമ്മൾ വിട പറഞ്ഞു പോകുമ്പോ അല്ലാഹു ഉണ്ട് എന്നൊരു പ്രതീക്ഷയാണ് നമുക്കുണ്ടാകുക. റഹ്മാനും റഹീമുമായ, കാരുണ്യനും കരുണാനിധിയുമായ അല്ലാഹു ഉണ്ട് എന്നൊരു പ്രതീക്ഷയാണ് നമുക്കുണ്ടാവുക. പക്ഷേ നിസ്കരിക്കാത്ത ആളുകൾക്ക് അല്ലാഹു തആല ഉണ്ടാകൂല. സഖത റബ്ബ്, അല്ലാഹുവിന് അവനോട് ദേഷ്യമായി എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു പ്രതീക്ഷ അല്ലയാ, എൻ്റെ അല്ലാഹ്, നമ്മുടെ അല്ലാഹ്, നമ്മുടെ റബ്ബ് നാളെ അങ്ങോട്ട് പോകും. അല്ലാഹു അങ്ങനെ തമ്പുരാനെ. മൂന്നാമതായി അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ദുഖൂലുൻ നാർ, നരകത്തിലാണ് പ്രവേശിക്കുക. തീർന്നില്ലേ മുഅ്മിനീങ്ങളെ? അതുകൊണ്ട് നിസ്കാരം ഗൗരവമാണ്. നമ്മൾ പലപ്പോഴും ആക്കാറുണ്ട്. പടച്ചവനെ നീ കാത്തിരക്ഷിക്കണേ തമ്പുരാനെ. ഒരിക്കലും നമ്മൾ നിസ്കരിച്ചിട്ട് ഇന്ന് നമ്മളൊരു പ്രതിജ്ഞ എടുക്കണം. നിസ്കരിച്ചിട്ടേ ബാക്കി എന്ത് കാര്യമുള്ളൂ. ആദ്യ നിസ്കാരം, പിന്നെ